കഴിഞ്ഞ ഇലക്ഷൻ കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലീപ്പ് എന്ന് പറയുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ അവയർനെസ് പ്രോഗ്രാം എന്നാണ് ലീപ്പിൻ്റെ അത്തരത്തിലൊരു പരിപാടി ഇലക്ഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നവരെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഈ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള വഴിയിലൂടെ കളക്ടറേറ്റിൽ നിർവഹിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുവണ്ടി അടക്കമുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു വരികയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർമാനും തദ്ദേശ സ്വയംഭരണ സമരത്തിൻ്റെ JD കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അംഗങ്ങളുമായിട്ടുള്ള കമ്മിറ്റിയും ഒപ്പം ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ നോഡൽ ഓഫീസറും ലൈഫ് മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള ഏണസ് തോമസ് സാറ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായിട്ടുള്ള ഒരു ടീമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ 82 പഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും അടക്കം 96 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്ലസ് 14 ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്തും. നമുക്കാകെ നിലവിൽ നമുക്ക് മൊത്തം 2045 ഡിവിഷനായിരുന്നു കഴിഞ്ഞ തവണ പഞ്ചായത്തുകളുടെ ഡിവിഷൻ അടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണത്തെ ഡീലിമിറ്റേഷനോട് കൂടി അത് 2220 വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ഷൻ നടത്തുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് 3520 പോളിംഗ് സ്റ്റേഷനുകൾ നമുക്ക് സജ്ജീകരിക്കേണ്ടതുണ്ട്. സംവിധാനമായതുകൊണ്ട് 3 ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലത്തിൽ അങ്ങനെ 3 തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് 3 ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് ഉപയോഗിക്കേണ്ടത്. ബാക്കി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒറ്റ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും മാത്രം മതി. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 82 പഞ്ചായത്തുകളിലും അതിന് മാത്രമുള്ള മിഷന്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം 4700 കൺട്രോൾ യൂണിറ്റും 11700 ബാലറ്റ് യൂണിറ്റും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ബാലറ്റ് യൂണിറ്റുകൾ ഒരു വട്ടം കംപ്ലീറ്റ് എല്ലാ അക്കങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടെന്നും എല്ലാ ബട്ടണുകളും വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇതിന്റെ ഫംഗ്ഷനിങ് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലെവൽ ചെക്കിങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള 25-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് 100ഓളം ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടപടി ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്ന ആദ്യത്തെ ബാലറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്കും, രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിലേക്കും, മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് ലെവലിലേക്കുമാണ് ആയിട്ടുള്ളതാണ്. ഈ 3 ഇതിനും പ്രത്യേക കളറാണ് വൈറ്റ്, അതുപോലെ പിങ്ക്, ഈ ഏകദേശം ഗ്രീനിലോട് അടുത്ത് വരുന്ന ഈ കളറുകളാണ് കഴിഞ്ഞ തവണ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം ബാലറ്റ് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു വോട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ 3 വോട്ടും ചെയ്യാം. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരു ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ, മീൻസ് ഒരു തലത്തിലേക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഈ എൻഡ് ബട്ടൺ അവസാനിപ്പിച്ചുകൊണ്ട് ബാക്കി 2 പേർക്ക് വോട്ട് ചെയ്യാതെ അവസാനിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ 3 ത്രിതലത്തിൽ ആണെങ്കിൽ പോലും ഒരു തലത്തിൽ മാത്രം വോട്ട് ചെയ്യാനായിട്ടാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനുള്ള സംവിധാനം വരെ ഉണ്ട് ഈ സംവിധാനങ്ങൾക്ക്. ഇത് നമുക്കറിയാം, വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പിനും മറ്റ് പ്രക്രിയകളായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ മിഷന്റെ സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ആവശ്യകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഒരു മോക്ക് പോൾ തന്നെ നടത്തിക്കൊണ്ട് അതിന്റെ റിസൾട്ട് ഓരോ കോളേജുകളിലും ചെല്ലുമ്പോൾ ഒരു മോക്ക് പോൾ നടത്തി അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് അവർക്ക് അത് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു സാമ്പിൾ ബാലറ്റ് സഹിതമാണ് നമ്മൾ വോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാഡം, നമ്മുടെ വാളണ്ടിയേഴ്സ് ഇന്ത്യൻസിന്റെ ടീമിന്റെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ 1-2 പേരുടെ സേവനം കൂടി ഞങ്ങൾക്ക് വിട്ടുകിട്ടുമ്പോൾ അവരുടെ കൂടി സഹായത്തോടു കൂടി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും, കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. യുവാക്കൾക്കിടയിലും നഗരപ്രദേശങ്ങളിലും ഒരു പിന്നോക്കം, വോട്ട് ചെയ്യുന്നുള്ള ഒരു പിന്നോക്ക മാനസികാവസ്ഥയുണ്ട്. അതിനെ മറികടക്കാൻ കൂടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥതയോടുകൂടി ആദരവോടുകൂടി ക്ഷണിച്ചു.
മാത്രം ചെയ്യും. പിന്നെ ഏതാണോ ഇതെല്ലാം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതല്ലേ ബ്ലോക്കിലേക്ക് വോട്ട് ചെയ്തത്. മൂന്ന് ചെയ്യാൻ എന്തരിക്കണം ഒറ്റ ചെയ്യാം.